ഞാൻ എന്റെ കാക്കിക്കുപ്പായത്തിന് വില കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴങ്ങോട്ട് വരേണ്ടതാണ്. വിഷ്ണു, മനസ്സിലായില്ല. നിങ്ങൾ കളിക്കുന്ന കള്ളക്കളിയുടെ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ വിടുന്നു. കാരണം എന്റെ അച്ഛനെ കൊന്നവന്റെ മകനെ ചൂണ്ടിക്കാണിച്ചതിന്റെ നന്ദി. നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു വാർത്ത. നിങ്ങളുടെ ശത്രുവിനെ ഞാൻ അകത്താക്കി. ഷെറിനെ കൊന്നതിന്. അവളെ കൊന്നത് അവനല്ലെന്ന് എനിക്കറിയാം. കുടിപ്പകയുടെ കണക്ക് തീർക്കാൻ കിട്ടിയ ഒരു അവസരം മുതലെടുക്കുന്ന ഒരു പന്ന പോലീസുകാരനായി ഞാൻ മാറിയത് മാത്രം. മോനെ, ഈ കടപ്പാട് തീർത്താ തീരില്ല. കടപ്പാടിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾക്കെതിരെയുള്ള ഈ തെളിവുകൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊന്ന് കാണണം. ഗസ്റ്റ് ഹൗസിൽ ഞാൻ നിനക്കായി കാത്തിരിക്കും. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. ഇനി നമുക്ക് ഭയപ്പെടാനില്ല. അവനെ ASP ഒതുക്കും. കൈ നനയാതെ മീൻ പിടിച്ചു. ചൂണ്ട ഇപ്പോൾ ASP കയ്യിലാണ്. എന്നെങ്കിലും അതിന്റെ തുമ്പത്ത് അവനൊരു ഇരകുരുത്താൽ നമ്മൾ കുടുങ്ങും. ഓ, ഞാനത് ഓർത്തില്ല. വഴി ഒന്നേ ഉള്ളൂ. ഗസ്റ്റ് ഹൗസിൽ എന്നെ കാണാൻ അവൻ വരും. അവന് നമുക്ക് ഒരു അത്താഴമൊരുക്കാം. മിസ്റ്റർ മൊറൈസ് എവിടെ? ദാ അവിടെ. രക്ഷപ്പെടാനുള്ള വെമ്പലിൽ വിലപ്പെട്ട തെളിവുകൾ ഞാൻ നഷ്ടപ്പെടുത്തി. മൊറൈസ് എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. എന്റെ ഡാഡി മറ്റുള്ളവരുടെ കണക്കൂട്ടലുകളിൽ നിന്ന് തെറ്റിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഗൗതം എന്ത് തെറ്റ് ചെയ്തു? അച്ഛനെ കൊന്നവന്റെ മകനെ കയ്യിൽ കിട്ടിയപ്പോൾ കാക്കിക്കുള്ളിലെ മരവിച്ച ഹൃദയം ഒന്ന് കത്തി. ഒരു വലിയ ശരിയുടെ മേൽ ഡാഡി വിതച്ച ഇരുട്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അന്ധമായി പോയി. മനസ്സിലായില്ല. പണ്ടെങ്ങോ ആടി വിജയിച്ചൊരു നാടകം ഡാഡി ഇന്ന് വീണ്ടും സമർത്ഥമായി ആടുകയായിരുന്നു. ഒരിക്കൽ ചെറുപ്പക്കാരനായ ഒരു പോലീസ് ഓഫീസർ കയ്യിലൊരു വിലങ്ങുമായി എന്റെ ഡാഡിയുടെ മുന്നിലേക്ക് ധൈര്യത്തോടെ കടന്നു വന്നു. ഇൻസ്പെക്ടർ ജയമണി, സാറിന്റെ അച്ഛൻ. എന്റെ കണ്ണുകൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ പിന്തുടരുകയായിരുന്നു. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. റെയിൽപാളത്തിൽ മരിച്ചു കിടന്ന പെൺകുട്ടി നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് എനിക്കറിയാം. അത് തുറന്നു പറഞ്ഞ വിശ്വനാഥന്റെ ഭാര്യയെയും മകളെയും വ്യഭിചാരികളാക്കി മുദ്രകുത്തി നിങ്ങൾ എന്നെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ 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 ഓക്കെ, അതിരിക്കട്ടെ. ഇനി എന്നെ കുറിച്ച് എന്തൊക്കെ അറിയാം?
ലോകമറിയാത്ത മറ്റൊരു രഹസ്യം. ഇവിടുത്തെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ സാമ്രാജ്യം നിയന്ത്രിക്കുന്നത് നിങ്ങളാണ് മിസ്റ്റർ മൊറൈസ്. നിങ്ങളൊരു ക്രൂരനായ ക്രിമിനലാണ്. ഈ കാക്കി യൂണിഫോം എന്റെ ദേഹത്തുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പോ മൊറൈസിനെ നിങ്ങൾ കൊടുക്കും. ഒരു കൊലക്കയർ എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ താമസിക്കണ്ട, ആ വിലങ്ങിങ്ങെടുത്തോ. കുഴി വെട്ടും മുമ്പ് കുളിപ്പിക്കുമ്പോ ഈ ദേഹത്ത് കാക്കി ഉണ്ടാവില്ല. ഞാൻ ആദ്യമായി കണ്ട ചോരയുടെ ഭീകര ദൃശ്യം. അന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെ ഒത്തിരി വട്ടം എൻ്റെ ഡാഡിയുടെ കൈകൾ ചോരയിൽ മുങ്ങി കുളിച്ചിട്ടും എൻ്റെ കണ്ണുകൾ ഞാൻ തുറന്നില്ല. പക്ഷേ നിരപരാധിയായ ഗൗതത്തിന് വേണ്ടി ഇനി എനിക്ക് തുറക്കാതിരിക്കാൻ വയ്യ. ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയും പേറി ജയിലിൽ കിടന്ന് ഹൃദയം പൊട്ടി മരിച്ച ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ ഗതി ഗൗതത്തിന് ഞാൻ കൊടുക്കില്ല. എന്റെ യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വന്നാലും. ASP ജെറി രക്ഷപ്പെടുത്തി. പക്ഷെ ഡോക്യുമെന്റ്സിന്റെ ബാഗ് നമ്മുടെ ആൾക്കാർ തിരിച്ചു പിടിച്ചു. ഇനി ഒന്നും പേടിക്കാനില്ല. പേടിക്കണം. അവന്മാർ രണ്ടും ഒന്നാവും. കൂടെ എന്റെ ചോരയിൽ കുരുത്തതാണോ എന്ന് ഞാൻ സംശയിക്കുന്ന എന്റെ മകനും ഉണ്ടാവും. നമുക്ക് തൽക്കാലം ഇവിടം വിട്ടൊന്ന് മാറിയാലോ? ഒന്നും കൊലവിളിച്ചും ഞാൻ നേടിയതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പേ പിടിച്ച പട്ടിയെപ്പോലെ ഒളിച്ചോടാൻ മൊറൈസിന് മനസ്സിലടാ. 2-3 തല കൂടി ഇവിടെ കിടന്നുരുളണം. എന്നാലേ നമ്മുടെ ആരൂടെ ഒന്ന് ഉറയ്ക്കൂ. ആദ്യം വെട്ടേണ്ട പടുമുളം മുന്ന കൊണ്ടുവാടാവനെ. പ്രിയദർശിനി ദി ഗ്രേറ്റ്, യങ് ജനറേഷന്റെ ഫാഷൻ ക്യൂൻ. വെൽക്കം വെൽക്കം തമ്പുരാട്ടി. ഈ ഏഴയുടെ പടി ചവിട്ടാൻ സന്മനസ് കാണിച്ചതിൽ അടിയന് സന്തോഷമുണ്ട്. ഒരിക്കൽ പോലും നിങ്ങളെ കാണരുതെന്ന് കരുതിയവളാണ് ഞാൻ. പക്ഷേ ഇന്നെനിക്ക് വരേണ്ടി വന്നു. ഓഹോ, പക്ഷെ ഒരിക്കലെങ്കിലും നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സിംഹത്തിന്റെ മടയിലേക്ക് കടന്നു വരാനുള്ള നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കമോൺ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ഗൗതത്തിന് പകരം നിങ്ങൾക്ക് എന്ത് വേണം? പ്രിയദർശിനി മിൽസിനെ പറ്റി ഞാൻ കണ്ട സ്വപ്നങ്ങൾ, എന്റെ ടെക്സ്റ്റൈൽ സാമ്രാജ്യം വേണ്ട. എന്റെയും എന്റെ ഡാഡിയുടെയും സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ കാൽക്കീഴിൽ അടിയറ വെക്കാം. പകരം എനിക്ക് ഒന്ന് മാത്രം മതി. ഗൗതം, എനിക്ക് എന്റെ ഗൗതത്തെ തരൂ. ഒരിക്കൽ എന്റെ തലയെടുക്കാൻ അവതരിച്ച ദേവത ഈ ഒരു കൊച്ചു കാര്യം ഇങ്ങനെ മുട്ടുകുത്തി യാചിക്കുമ്പോ ഞാൻ അവനോടങ്ങ് പുറത്തേക്കാം. ഒരു മേശയ്ക്കപ്പുറം ഇപ്പുറം ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കേ? ഓക്കേ.